ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ ഒന്നുകിൽ ചോറ്, അരി, ഈസ്റ്റ് ഇതിലേതെങ്കിലുമൊക്കെ അടങ്ങിയിരിക്കും. എന്നാൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിനെ ഒഴിവാക്കിക്കൊണ്ട് വളരെ പ്രോട്ടീനും കാൽസ്യവും ഫൈബറും എല്ലാം അടങ്ങിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് ചെറുപയറും 1 ടേബിൾ സ്പൂൺ ഉലുവയും ഏകദേശം ഒരു 7-8 മണിക്കൂർ നേരം കഴുകിയ ശേഷം വൃത്തിയാക്കി കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് രാവിലെ എടുത്ത് വെള്ളം മാറ്റിയ ശേഷം മിക്സിയുടെ ബൗളിൽ ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്ത് കൊണ്ടുവരണം. ഈ ചെറുപയർ വളരെ ഹെൽത്തിയാണ്, പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ദോശയൊക്കെ വളരെ ഹെൽത്തിയാണ് രാവിലെ കഴിക്കുന്നതിന്. അപ്പോൾ ഇവിടെ ചെറുപയറും ഉലുവയും ഞാൻ ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വളരെ കട്ടിയായിട്ടുള്ളതുകൊണ്ട് ആ മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അതുകൂടെ നമുക്ക് ആ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് റാഗി പൗഡർ, റോസ്റ്റഡ് റാഗി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള റാഗി തന്നെ ചെറുപയറിൻ്റെ കൂടെ ഇതുപോലെ കഴുകി കുതിർക്കാനായിട്ട് വെച്ചിട്ട് അത് അരച്ച് ചേർത്താലും വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ, ക്രിസ്പി ആയിട്ടുള്ള ദോശ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ റാഗി പൗഡർ അതിലേക്ക് ഇട്ട ശേഷം ഞാൻ വിസ്ക് ഉപയോഗിച്ച് കട്ടകളില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടി കൂടുതലായതുകൊണ്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ദോശയാണ് നമ്മളിത് വെച്ചിട്ട് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ആ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ മാവ് മിക്സ് ചെയ്തെടുക്കാൻ. ഇത് ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർക്കും അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ കൊളസ്ട്രോൾ ലെവലെല്ലാം കുറച്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇതുപോലുള്ള ദോശകൾ തയ്യാറാക്കി ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു തേങ്ങയുടെ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരൊറ്റ അല്ലി വെളുത്തുള്ളിയും 2 ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അരഞ്ഞു പോകാതെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുത്തു കൊണ്ടുവരാം. അത് ആ ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടെ ചേർത്ത് കൊടുക്കുമ്പോൾ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് കട്ടി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ദോശയ്ക്ക് പാകത്തിനായിട്ട് നമ്മൾ എടുക്കാം. ഇനി ദോശത്തവയിലേക്ക് കുറച്ച് നെയ്മയം പുരട്ടിയ ശേഷം സാധാ ദോശ തയ്യാറാക്കുന്ന പോലെ കനം കുറച്ച ദോശ ഇഷ്ടമുള്ളവർക്ക് കനം കുറച്ചുണ്ടാക്കാം. അല്ലെങ്കിൽ കട്ടി ദോശ വേണമെങ്കിൽ കട്ടി ദോശയായിട്ട് നമുക്ക് ഇതുപോലെ പരത്തി എടുക്കാവുന്നതാണ്. ചെറുപയറും റാഗിയും കൂടെ മിക്സായി വരുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് അത് നമുക്ക് കിട്ടുക. ഇതിൽ തീരെയും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടേ ഇല്ല. കൂടുതലും ഫൈബറും അതുപോലെ പ്രോട്ടീനും അതുപോലെ കാൽഷ്യവും ഒക്കെയാണ് ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഓയിലോ നെയ്യോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഓയിലും നെയ്യൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ ദോശകളും തയ്യാറാക്കി. ഇനി ഇതിന് മാച്ചായിട്ട് ഞാനൊരു തക്കാളി ചട്നിയാണ് തയ്യാറാക്കുന്നത്. സാമ്പാറിൻ്റെ കൂടെയും വളരെ ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പുതിയ ഫ്രണ്ട്സ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. ഇനി തക്കാളി ചട്നി തയ്യാറാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാം. കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ചെറിയൊരു സവാള
2-3 ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്നു വരാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ആദ്യമേ ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒരു മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും സവാളയും തക്കാളിയും എല്ലാം വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി എരിവിനായിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ക്ലിപ്പിംഗ് എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. ഇനി എല്ലാം കൂടെ തണുത്ത ശേഷം മിക്സിയുടെ ബൗളിലിട്ട് അരച്ചെടുത്താൽ നല്ല അടിപൊളി തക്കാളി ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാണ് ഈ റാഗി ചെറുപയർ ദോശയ്ക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഇതുപോലെ നിങ്ങളും കൂടെ തയ്യാറാക്കി നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.